السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സംസാരം തുടങ്ങുന്നതിനു മുമ്പ് എന്നെയും നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഏതാനും ആഴ്ചകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അഥവാ അലാമാത്തുസ്സാ ഔ അശറാത്തുസ്സാ. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ചെറിയ ചില സംഗതികളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തിയത് ളുഹൂറുൽ ഖവാരിജ്, ഖവാരിജിൻ്റെ രംഗപ്രവേശനമാണ്. അത് അന്ത്യനാളിൻ്റെ ഒരടയാളമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. രണ്ടാമത് ഓർമ്മപ്പെടുത്തിയത് ജൂതനസാറാക്കളെ അനുകരിക്കുന്ന, അതല്ലെങ്കിൽ അവരെ ഇത്തിബാഅ് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഉമ്മത്തിൽ സംജാതമാകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി ഓർമ്മപ്പെടുത്തി ളുഹൂറു മുദ്ദഇൻ നുബുവ, പ്രവാചകത്വം വാദിക്കുന്ന കക്ഷികൾ ഉണ്ടാകും. ഏകദേശം 30ഓളം കള്ളപ്രവാചകന്മാർ രംഗത്ത് വരും. കുല്ലുഹും യസ്ഉമു അന്നഹു നബിയുൻ, ഞങ്ങളെല്ലാവരും പ്രവാചകന്മാരാണ് എന്നാണ് അവരുടെയൊക്കെ വാദം. അങ്ങനെ ഒരു സംഗതി ഉണ്ടാകും. അതും അന്ത്യനാളിനെ പ്രതീക്ഷിക്കാനുള്ള അടയാളമാണ് എന്ന്. ഇനി സഹോദരങ്ങളെ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദാ ളുയ്യഅത്തിൽ അമാനതു ഫൻതളിരിസ്സാഅ. ഖാല കൈഫ ഇളാഅതുഹാ യാ റസൂലല്ലാഹ്. ഖാല ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതളിരിസ്സാഅ. റവാഹുൽ ബുഖാരി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ളുയ്യഅത്തിൽ അമാന, അമാനത്ത് പാഴാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫൻതളിരിസ്സാഅ, അന്ത്യനാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഖാല, സ്വഹാബത്ത് ചോദിച്ചു, കൈഫ ഇളാഅതുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് ഈ അമാനത്ത് പാഴാക്കപ്പെടുന്നത്? അമാനത്തിനെ എങ്ങനെയാണ് പാഴാക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, ഒരു കാര്യം അതിന് അർഹതയില്ലാത്തവനിലേക്ക്, അവകാശമില്ലാത്തവനിലേക്ക്, അത് ഏറ്റെടുക്കാൻ അർഹതയില്ലാത്തവനിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് അമാനത്തിനെ പാഴാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫൻതളിരിസ്സാ, അന്ത്യനാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നും. സഹോദരങ്ങളെ, നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ളിയാഉൽ അമാന, അമാനത്തിനെ പാഴാക്കുന്ന ഒരു സാഹചര്യം. എത്രയോ മേഖലകളിലെ ഹദീസിനെ വിശദീകരിക്കാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇന്ന്. കാരണം ഏത് മേഖലയിലാണെങ്കിലും ആ കാര്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അതിന് അർഹതയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു സംഗതിയാണ് അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മതരംഗത്ത് മാത്രമല്ല, ഏത് രംഗങ്ങളിലാണെങ്കിലും, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ. ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ മേഖലയുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അത് ഏത് മേഖലകളിലാണെങ്കിലും അതിന് അർഹതയില്ലാത്തവനിലേക്കാണോ അത് ഏൽപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ അമാനത്തിനെ പാഴാക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ അത് അന്ത്യനാളിന്റെ ഒരു ലക്ഷണമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ കാണാം, യനാമുർ റജുലുൻ നൗമ ഫതുഖ്ബലുൽ അമാന മിൻ ഖൽബിഹി ഫലാ യകാദു അഹ്ദുഹും യുഅദ്ദിൽ അമാന ഫയുഖാലു ഇന്ന ഫീ ബനി ഫുലാനിൻ റജുലൻ അമീനാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യനാമുർ റജുലു അന്നൗമ, ഒരു മനുഷ്യൻ ഒരു ഉറക്കമുറങ്ങുന്നു. ആ ഉറങ്ങുന്ന സാഹചര്യത്തിൽ ഫതുഖ്ബലുൽ അമാന, അമാനത്തിനെ പിടിച്ചെടുക്കപ്പെടും, മിൻ ഖൽബിഹി, അയാളുടെ ഹൃദയത്തിൽ നിന്ന്. ഫലാ യകാദു അഹ്ദുഹും യുഅദ്ദിൽ അമാന, അങ്ങനെ ആരും അമാനത്ത് നിർവഹിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അമാനത്തൊന്നും ഒരു വിഷയമാവുകയില്ല. ആരും അത് നിർവഹിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. ഫയുഖാലു, അങ്ങനെ പറയപ്പെടും. ആളുകൾ ഇങ്ങനെ പറയും, ഇന്ന ഫീ ബനി ഫുലാനിൻ റജുലൻ അമീന, ഇന്നാലിന്നടത്ത് അതല്ലെങ്കിൽ ഇന്നാലിന്നവന്റെ മോൻ ഒരു സത്യസന്ധനായ, അമീനായ, വിശ്വസ്തനായ മനുഷ്യനാണ് എന്ന് ആളുകൾ പറയുന്നത് വരെ അത് വലിയൊരു കൗതുകകരമായ കാര്യമായിരിക്കും, ആശ്ചര്യകരമായ കാര്യമായിരിക്കും. എന്നിടത്തൊരാള്, അയാൾ അല്പം കുറച്ച് വിശ്വസ്തനാണ്, അയാൾ സത്യസന്ധനാണ്, അയാൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവനാണ്, അതല്ലെങ്കിൽ ഏൽപ്പിച്ച സംഗതികൾ അത് കൃത്യമായി സൂക്ഷിക്കുന്നവനാണ് എന്നൊക്കെ ചില ആളുകളെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുകയും അതിൽ ആളുകൾ അത്ഭുതം കൂറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇന്നത്തെ ഓരോ വിഷയങ്ങളും നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം, അവിടുത്തെ ഈ പ്രവചനം, വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ഈ അടയാളം, അത് അനുദിനം പുലർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും അതേപോലെ അല്പമൊക്കെ വിശ്വാസ്യത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ
അത്തരം ആളുകളെ അത്ഭുതത്തോടുകൂടെ അതൊരു വലിയ കാര്യമായി തന്നെ ജനങ്ങൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികൾ എന്ത്? അന്ത്യനാള്, അതിൽ സംശയമേയില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വഅന്ന സ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. നോക്കൂ നിങ്ങൾ, അപ്പൊ അമാനത്ത് പാഴാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. എന്താണ് ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ? അതും നമ്മൾ മനസ്സിലാക്കണം. അമാനത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരതിന് വിശദീകരണം നൽകുന്നു. തുറക്കു അലാ മആനിൻ മുതഅദ്ദിദ, വിശാലമായ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾക്ക് പറയുന്ന വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് യഥാർത്ഥത്തിൽ അമാനത്ത് എന്ന് പറയുന്ന പദം. ഒരുപാട് അർത്ഥങ്ങൾക്ക് ആശയങ്ങൾ അടങ്ങുന്നതാണത്, വിശാലമായ അർത്ഥതലങ്ങളുള്ളതാണത്. ഒരാൾ കൃത്യമായി ആചരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ കൃത്യമായി നിർവഹിക്കലാണ് അമാനത്ത് പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത്. മനസ്സിലായോ? ഒരാൾ കൃത്യമായി ആചരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടത് എന്തെല്ലാമുണ്ടോ അതൊക്കെ അമാനത്തിൽപ്പെടും. ആ അമാനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അതല്ലെങ്കിൽ ആ അമാനത്തിന്റെ വിഷയം വിശാലമായി ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കളോ അതല്ലെങ്കിൽ വിശ്വാസപൂർവം ഒരാൾ നമ്മെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമോ കൃത്യമായി അത് നിർവഹിക്കുകയും ഏൽപ്പിച്ച സാധനമാണെങ്കിൽ അത് അതിന്റെ അർഹരായ ഉടമസ്ഥരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത്. ഒരാൾ വിശ്വാസപൂർവ്വം നമ്മളെ കുറച്ച് കാശ് ഏൽപ്പിച്ചു, അത് നമ്മൾ സത്യസന്ധമായി അയാൾക്ക് തിരിച്ചു കൊടുത്താൽ നമ്മൾ അമാനത്ത് നിർവഹിച്ചവനായി തീർന്നു. ഒരു സമൂഹം വിശ്വാസപരമായി നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, ആ ഉത്തരവാദിത്വത്തിൽ വഞ്ചന കാണിക്കാതെ അത് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നമ്മൾ അമാനത്ത് പൂർത്തീകരിച്ചവനായി മാറി. അത് സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അതല്ലെങ്കിൽ വിജയിച്ച സത്യവിശ്വാസികൾ അവർക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന്, അതല്ലെങ്കിൽ താഴെ പറയുന്ന ഗുണഗണങ്ങൾ ഉള്ളവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രധാനമായ കാര്യമായി പറഞ്ഞതാണ് അമാനത്തിന്റെ വിഷയം. നിങ്ങൾക്കറിയാമല്ലോ, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ആ വിജയിച്ച വിശ്വാസികളുടെ പ്രത്യേകതകൾ ഓരോന്ന് എണ്ണി പറയുകയാണ്. അവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ദാനമായി നൽകുന്നത്. ആ ഗുണങ്ങളിൽ ഒരു പ്രധാനമായ ഗുണമായി അല്ലാഹു പറയുന്നത് എന്താണ്? വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. വല്ലദീന ഹും, അവരാരാണ്? ലി അമാനാതിഹിം, അവരുടെ അമാനത്തുകളെയും വഅഹദിഹിം, അവരുടെ കരാറുകളെയും റാഊൻ, അവര് പാലിച്ചു പോരുന്നവരാണ്. കണ്ടോ? അവരുടെ കരാറുകളെയും അവര് ചെയ്ത കരാറുകളും അവരേറ്റെടുത്ത അമാനത്തുകളും അവര് കൃത്യമായി നിർവഹിക്കും. അമാനത്തിന്റെ വിഷയത്തിൽ ലംഘനമുണ്ടാവുക എന്നത് കാപഢ്യത്തിന്റെ അതല്ലെങ്കിൽ കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. നമുക്കൊക്കെ അറിയുന്ന കുഞ്ഞുനാളുകളിൽ തന്നെ നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ചൊരു സംഗതി ഉണ്ട്. അതെന്താ? കപടവിശ്വാസിയുടെ ലക്ഷണം എന്താണത്? വഇദ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. കണ്ടോ? അമാനത്തിന്റെ നേരെ വിപരീതമാണത്. വിശ്വസിച്ചാൽ ചതിക്കുക എന്നത് നിഫാഖിന്റെ, കാപഢ്യത്തിന്റെ അടയാളമാണ്. അപ്പൊ അമാനത്തിലുള്ള വീഴ്ച നിഫാഖിലേക്ക് നയിക്കും എന്നർത്ഥം. വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണത്, അമാനത്തിൽ വരുന്ന ലംഘനം. നമ്മുടെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമാനത്തുകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ആകാശം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച, ഭൂമി മടിച്ച, പർവ്വതങ്ങൾ വിസമ്മതിച്ച, ഇവരൊന്നും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഒരു
കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? സൗണ്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അമാനത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ അമാനത്ത് ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അമാനത്താണ്. അള്ളാഹുവിനോടുള്ള അമാനത്ത്. ഏതാ അള്ളാഹുവിനോടുള്ള അമാനത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ ആത്മീയ ലോകത്ത് നമ്മെ ഒരുമിച്ചു ചേർത്തു എന്നാണ്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിച്ചു, മനുഷ്യരോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവ് അല്ലയോ? ഖാലു, അവരെല്ലാവരും പറഞ്ഞു, ബലാ, അതെ, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അപ്പൊ എല്ലാ മനുഷ്യരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു വികാരമാണ്, അതല്ലെങ്കിൽ മനുഷ്യരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു സംഗതിയാണ് തങ്ങളുടെ സൃഷ്ടാവായ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, അവനെ ഞങ്ങൾ ആരാധിക്കാം എന്ന ആ ഒരു വിശ്വാസം, അതല്ലെങ്കിൽ ആ ഒരു ചിന്ത, അത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി നമ്മളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിർബന്ധമായി നമ്മൾ ആചരിക്കുക എന്നത് അള്ളാഹുവിനോട് നാം നിർവഹിക്കേണ്ട അമാനത്തിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ് നിഷിദ്ധമാക്കിയ സംഗതികൾ ഏതെല്ലാമുണ്ടോ ആ സംഗതികൾ മുഴുവനും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതും അള്ളാഹുവിനോട് നാം ചെയ്യുന്ന അമാനത്തിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഏറ്റവും ഒന്നാമതായി നമ്മൾ നിർവഹിക്കേണ്ട അമാനത്ത് നമ്മുടെ നാഥനോട്, അള്ളാഹുവിനോടുള്ള അമാനത്താണ്. ആ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച, അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ മതം, അത് നമുക്ക് എത്തിച്ചു തന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമതായി നമ്മൾ നിർവഹിക്കേണ്ട അമാനത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അമാനത്താണ്. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, 23 വർഷക്കാലം ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മുഴുവനും പ്രബോധനം ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് കൃത്യമായി അതിന്റെ പ്രബോധനം നിർവഹിച്ച് അവസാനം അവിടുന്ന് ചോദിച്ചു, അദ്ദൈതൽ അമാ, നബി അവിടുന്ന് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ സംഗതി എത്തിച്ചു തന്നില്ലയോ? അപ്പോ അവിടെ കൂടിയ അവിടുത്തെ അനുചരന്മാര് മുഴുവനും ഒരേ സ്വരത്തിൽ റസൂലുള്ളയോട് പറഞ്ഞു, അദ്ദൈതൽ അമാന, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ അമാനത്ത് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന നിലക്ക് തന്നെ ആ ദീനിനെ ആചരിക്കലും അനുഷ്ഠിക്കലുമാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാം നിർവഹിക്കേണ്ട അമാനത്ത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത നിലക്ക് ഒരിക്കലും ദീന് നമ്മൾ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ദീനിന്റെ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചുകൂടാ. ബിദ്അത്തുകൾ ചെയ്തുകൂടാ എന്നർത്ഥം. ബിദ്അത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അമാനത്തിന് വിരുദ്ധമാണ്. നിഷിദ്ധങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അമാനത്ത് ലംഘിക്കലാണ്. നിർബന്ധങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാതെ അതിൽ വീഴ്ച വരുത്തുക എന്നത് അമാനത്തിന്റെ വിഷയത്തിലുള്ള ലംഘനമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അതിന്റെ വിശാല അർത്ഥത്തിൽ വരുന്നതാണ്. നമ്മൾ വിചാരിച്ചിട്ടുള്ള അമാനത്ത് എന്താ? മൊത്തത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പാർട്ട് മാത്രമാണ്. എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ച സംഗതിക്കാണ് അമാനത്ത് എന്ന് സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായി പറഞ്ഞു വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, അതുണ്ട്, അതൊരു ഭാഗം മാത്രമാണ്. ഇതിന്റെ വിശാലമായ അർത്ഥത്തിൽ ഇതെല്ലാം പെടും. അപ്പൊ ഒരു നിലക്കും നമ്മുടെ അമാനത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സൂക്ഷിക്കണം. അതും അമാനത്തിൽപ്പെട്ട കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അല്ലേ? നമ്മുടെ ശരീരം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരം, ആ ശരീരം നമ്മൾ ആഗ്രഹിച്ചതുപോലല്ലോ നമുക്ക് കിട്ടിയത്. നമ്മൾ ആഗ്രഹിച്ച മുഖത്തിന്റെ ഷേപ്പല്ലല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിച്ച നിറമല്ലല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിച്ച കുടുംബത്തിലല്ലല്ലോ നമ്മൾ ജനിച്ചിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ നമ്മൾ ജനിച്ച നാട്. ഇതൊന്നും നമ്മുടെ ഇഷ്ടമോ നമ്മുടെ ആഗ്രഹമോ അല്ല. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചതാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരം എല്ലാം അല്ലാഹു തന്നെ പറഞ്ഞത് എന്താ? ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാഉ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം.
സൂറത്ത് ആല ഇമ്രാനിലെ 6-ാമത്തെ വചനം. എന്താ പറഞ്ഞത്? ഹുവല്ലദീ, അവനാണ്, യുസവ്വിറുക്കും ഫിൽ അർഹാം, ഗർഭാശയത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തിയവൻ അവനാണ്. കൈഫ യശാഉ, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹ് ഇല്ല തന്നെ. അൽ അസീസുൽ ഹകീം, അവൻ പ്രതാപവാനും യുക്തിമാനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ കണ്ണ്. ആ കണ്ണുകൊണ്ട് ഹറാമ് നമ്മൾ കണ്ടുകൂടാ. കാണുകയാണെങ്കിൽ അമാനത്തിന്റെ ലംഘനമാണ്. കാണുകയാണെങ്കിൽ അമാനത്തിന്റെ ലംഘനമാണ്. നമ്മുടെ കാതുകൊണ്ട് ഹറാമ് നമ്മൾ കേട്ടുകൂടാ. എന്തേ? കേട്ടുകഴിഞ്ഞാൽ അവിടെ അമാനത്തിന്റെ ലംഘനം നടക്കുന്നുണ്ട്. നമ്മുടെ വായ കൊണ്ട് അള്ളാഹുവിനെ അനിഷ്ടകരമായത്, വിലക്കപ്പെട്ടത് നമ്മൾ സംസാരിച്ചുകൂടാ. അത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവിടെ അമാനത്തിന്റെ ലംഘനം നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണു സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അങ്ങേയറ്റം ത്യാഗം ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. വായയും നാവിനെയും ഒക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്യധികം ത്യാഗം നിറഞ്ഞ സംഗതി തന്നെയാണത്. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ നമുക്ക് സൂക്ഷ്മത വേണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ, കണ്ണുകൊണ്ട് 2 കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ അവർക്ക് നരകത്തിൽ പോകേണ്ടി വരൂല. ഒന്നാമത് അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ചില കണ്ണുകളുണ്ട്, ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുകൾ. അതേപോലെ തന്നെ ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഹറാമിൽ നിന്ന് താഴ്ത്തുന്ന ചില കണ്ണുകൾ. ഇങ്ങനെയുള്ള കണ്ണുകളൊന്നും നരകത്തിൽ പോകുകയില്ലെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് പറയാൻ കഴിയോ എൻ്റെ കണ്ണിനെ 100% അതല്ലെങ്കിൽ പരമാവധി സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന്? സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമുക്ക് മറുപടി പറയേണ്ടതില്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് നാം ചെയ്ത പാപങ്ങൾ തന്നെ പരലോകത്ത് അത് തന്നെ പരിഹരിക്കണമെങ്കിൽ എന്തുമാത്രം പ്രയാസകരമായിരിക്കും, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതേപോലെ നമ്മുടെ കാത്, നമ്മുടെ അവയവങ്ങൾ ഒന്നും ഒരിക്കലും ഒരു നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിനപ്പുറം, വിലക്കിയതിനപ്പുറം കടന്നു പോകരുത്. ഹദ്ദുകൾ ലംഘിക്കരുത്. ലംഘിച്ചു കഴിഞ്ഞാൽ അവിടെ അമാനത്തിന്റെ ലംഘനമാണ്. ഇനി ആരോടൊക്കെ നമുക്ക് അമാനത്തുള്ളത്? സൃഷ്ടികളോട് നമുക്ക് അമാനത്തുണ്ട്, അല്ലേ? ആദ്യം ഞാൻ പറഞ്ഞത് അള്ളാഹിനോട് അമാനത്തുണ്ട് എന്നാണ്. രണ്ടാമത് റസൂലിനോട് അമാനത്തുണ്ട്. സ്വന്തം ശരീരത്തോട് നമുക്ക് അമാനത്തുണ്ട്, ഓർമ്മ വേണം. പിന്നെ സമസൃഷ്ടികളോട് നമുക്ക് അമാനത്തുണ്ട്. അതെന്താ? നമ്മൾ വിവിധ ജോലികൾ ഏറ്റെടുത്ത ആളുകളാണ്. വിവിധ ജോലികൾ, എല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊൽ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. എല്ലാവരുടെയും ഉത്തരവാദിത്വത്തെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഏത് വിഷയമാണെങ്കിലും. അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികൾ അയാളെ ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്ത് അയാൾ കൃത്യമായി കൈകാര്യം ചെയ്യണം. മാതാപിതാക്കളാണെങ്കിൽ മക്കൾ അവർക്കുള്ള അമാനത്താണ്, അവരെ ഏൽപ്പിച്ച അമാനത്താണ്. സന്താനങ്ങളാണെങ്കിൽ ആ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ അമാനത്താണ്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും അവർക്കിടയിലുള്ള രഹസ്യം സൂക്ഷിക്കണം. അവർക്കിടയിലുള്ള കടമകൾ നിർവഹിക്കപ്പെടണം. അതൊക്കെ അമാനത്തിൽപ്പെട്ടതാണ്. ആ കാര്യം ഗൗരവമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിൽ പോലും അടിവരയിടണം. ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിൽ പോലും അമാനത്തിന്റെ വിഷയത്തിൽ എന്തുണ്ടാവാൻ പാടില്ല? അതിപ്പോ മുശിരിക്കല്ലേ, കാഫിറല്ലേ, അയാളോടിപ്പോ പറഞ്ഞതൊക്കെ കൃത്യമായി പാലിക്കണം എന്നൊന്നുമില്ലല്ലോ. മുസ്ലിമിനോട് പാലിച്ചാൽ മതിയല്ലോ. കാഫിറിനോട് ഇപ്പൊ ഒരു കരാറ് ലംഘിച്ചാൽ എന്താ? അങ്ങനൊന്നുമില്ല. ഇസ്ലാമിന്റെ ശത്രുവാണെങ്കിൽ പോലും അമാനത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി പീഡിപ്പിച്ച മുശ്രിക്കുകൾ, അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ ഈ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം ചെയ്തു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. അങ്ങനെ അവസാനം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന അവസരത്തിൽ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടത്തുന്നത്, അല്ലേ? ശത്രുക്കളൊക്കെ റസൂലിനെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഘട്ടം. അപ്പോഴും
അള്ളാഹുവിന്റെ റസൂല് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താ? ഇതൊക്കെ എന്നെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചതാണ് എന്റെ ജനത, കുറെ കാര്യങ്ങൾ, ഇതൊക്കെ എന്റെ ജനതയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ആ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അമാനത്തിന്റെ വിഷയത്തിലുള്ള സൂക്ഷ്മത നമ്മളേറെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടല്ലേ അള്ളാഹ് പറഞ്ഞത്, ഞാൻ ആമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ചില്ലേ, സൂറത്തു നിസായിലെ 4-ാം അധ്യായത്തിലെ 58-ാമത്തെ വചനം. മിക്കവാറും ഖുതുബകളിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഖുതുബകളിലും പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് കേൾക്കാറുള്ള ഒരു വചനമാണ് ഖുർആനിലെ വചനം. എന്ത്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ളുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. ഇതല്ലാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങൾ എന്തു ചെയ്യണം? അമാനത്തുകളെല്ലാം അതിന്റെ ആളുകളിലേക്ക് തന്നെ നിങ്ങൾ കൊടുത്തുവിട്ടണം. അമാനത്തുകളൊക്കെ അതിന്റെ അർഹരായ ആളുകളിലേക്ക് നിങ്ങൾ കൊടുത്തുവിട്ടണം. വഇദാ ഹകംതും ബൈനന്നാസ്, ഇനി നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ തീർപ്പിക്കുകയാണെങ്കിൽ, വിധി നടത്തുകയാണെങ്കിൽ, അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിപൂർവമായിരിക്കണം നിങ്ങൾ വിധി നടത്തേണ്ടത്. അയാൾ നമ്മുടെ ആളല്ലേ, അതുകൊണ്ട് തൽക്കാലം കണ്ണു ചിമ്മ. അയാൾ പറഞ്ഞത് റോങ് ആണ്, പക്ഷെ നമ്മുടെ ആളല്ലേ എന്ന് വിചാരിച്ചതിനെ ന്യായീകരിക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പ് പറയേണ്ട വിഷയം വരുമ്പോ നമ്മുടെ ആളാണെങ്കിൽ അയാൾക്ക് അനുകൂലമായി വിധി നടത്തുക. ഇതൊന്നും പാടില്ലാത്ത കാര്യം, ഗൗരവമേറിയ കുറ്റമാണ് അതൊക്കെ. അതൊന്നും ചെയ്യരുത്. അള്ളാഹുവിന്റെ ഉപദേശമാണ്. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ളുകും ബിഹി, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം എത്ര നല്ല ഉപദേശമാണ് ജനങ്ങളെ. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അതുകൊണ്ട് ഓർക്കണേ, അള്ളാഹ് എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു അള്ളാഹു കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ബോധമുണ്ടാകണം. അമാനത്ത് നിർവഹിക്കുന്ന മേഖലയിലും, വിധി നടത്തുന്ന മേഖലയിലും, തീർപ്പ് പറയുന്ന മേഖലയിലും, ഇസ്ലാഹ് ഉണ്ടാക്കുന്ന മേഖലയിലും ഒക്കെ നിങ്ങൾ ആ കാര്യം സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ അമാനത്തുകളൊക്കെ ലംഘിക്കുന്ന കാലം വന്നാൽ അന്ത്യനാളിന്റെ അടയാളം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ അമാനത്തുകളൊക്കെ ലംഘിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അന്ത്യനാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കപ്പെടും. ഇതൊക്കെ ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വിശ്വസ്തനും വഞ്ചകനാകുന്ന ഒരു കാലം വരും. വിശ്വസ്തനായ നല്ല ആളൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അയാളും വഞ്ചകനാകുന്ന ഒരു കാലം വരും. വഹാദ ഇന്നമാ യഖഉ ലിമൻ ദഹബത് ഖശിയത്തുല്ലാഹ് വലഉഫ ഈമാനുഹു വഖാലത അഹ്ലൽ ഖിയാന ഫയസീറു ഖായിനാ. പണ്ഡിതന്മാര് പറയാണ്, വഹാദ ഇന്നമാ യഖഉ, ഇത് സംഭവിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ലിമൻ ദഹബത് ഖശിയത്തുല്ലാഹ്, അള്ളാന്റെ ഹൃദയത്തിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള പേടി നീങ്ങിക്കഴിഞ്ഞാൽ, എന്ത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹിനെ കുറിച്ചുള്ള ഖശിയത്ത് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ, വലഉഫ ഈമാനുഹു, നമ്മുടെ ഈമാനിന് ദൗർബല്യം സംഭവിക്കുകയും ചെയ്താൽ, വഖാലത അഹ്ലൽ ഖിയാന, വഞ്ചകന്മാർക്കിടയിൽ കൂടിക്കലർന്ന് ജീവിക്കുകയും ചെയ്താൽ, ഫയസീറു ഖായിന, അവസാനം നമ്മളും വഞ്ചകനായി മാറും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അവസാനം നമ്മളും അങ്ങനെ ആയിത്തീരും. എങ്ങനെ ഇത് സംഭവിക്കുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള പേടി നീങ്ങും. ബേജാറാണത്. എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഭയം ഹൃദയത്തിൽ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ നിഅമത്താണത്. അത് നീങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ഈമാനിൽ ദൗർബല്യം സംഭവിച്ചാൽ, നമ്മൾ പറയാറില്ലേ, അയാളൊക്കെ അങ്ങനെ പറയോ, അയാൾക്കൊക്കെ എത്ര വിവരമുള്ള ആളാ, അയാൾ അങ്ങനെ പറയോ? അയാളൊന്നും അങ്ങനെ ചെയ്യൂല. ആർക്കും ഒരു പ്രൊട്ടക്ഷനും ഒന്നും പറയാൻ കഴിയൂല. അള്ളാഹിനെ കുറിച്ചുള്ള ഖശിയത്ത് നീങ്ങിക്കഴിഞ്ഞാൽ ആരുടെ ജീവിതത്തിലും സംഭവിക്കും. അതുകൊണ്ടല്ലേ ലോകം കണ്ട മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ, പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതിയിലുള്ള അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന്. പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്.
എന്തിനാ ഖുർആൻ പഠിപ്പിച്ചത്? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. എന്തിനാ ഖുർആൻ ആ പ്രാർത്ഥന പഠിപ്പിച്ചത്? അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും ഭയവും ഈമാനും ഒക്കെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സാധ്യതകളേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഖശിയത്ത് നീങ്ങിക്കഴിഞ്ഞാൽ, അള്ളാഹിനെ കുറിച്ചുള്ള ഖശിയത്ത് നീങ്ങിയാൽ, ഈമാന് ദൗർബല്യം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ അതൊക്കെ ആ ദൗർബല്യം വന്നു കഴിയുമ്പോൾ അയാൾ ജീവിക്കുന്നതാണെങ്കിൽ വഞ്ചകന്മാർക്കിടയിലുമാണെങ്കിൽ ഫയസീറു ഖായിന, അയാളൊരു വഞ്ചകനായി മാറാനേറെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് അല്പമൊക്കെ വിശ്വാസ്യതയും സത്യസന്ധതയുമുള്ള ആളുകൾ പോലും അനുദിനം വഞ്ചനയിലേക്കും അതേപോലെ ആ നിലക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എത്ര മറച്ചു വെച്ചാലും നമുക്ക് മറക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് ഇന്ന് സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ ഏറ്റവും ഭീകരമായ, ഇതിന്റെ ഏറ്റവും ഗൗരവകരമായ വിഷയമാണ്, അമാനത്തിൽപ്പെട്ട ഏറ്റവും ഗൗരവകരമായ വിഷയമാണെന്ത്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അർഹതല്ലാത്തവനിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിലക്കൊരു യോഗ്യത ഉണ്ടാവില്ല അത് കൈകാര്യം ചെയ്യാൻ, പക്ഷേ അവന്റെ അടുത്ത് കാര്യമെത്തും, അവനത് ഏൽപ്പിച്ചു കൊടുക്കും, അവനതിന്റെ ആളായി മാറും. എന്തൊരു വലിയ ദുരന്തമായിരിക്കും അത്, ഇല്ലേ? ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ അർഹതല്ലാത്തവന്റെ കയ്യിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരിക്കും. അത് സംഭവിക്കുന്നുണ്ടോ? ഏത് മേഖലയിലാണെങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിന്റെ അലാമാത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വിശദീകരിച്ച ഒന്നാമത്തെ അടയാളം ളിയാഉൽ അമാന. ഓർമ്മ വേണം, ളിയാഉൽ അമാന, അമാനത്ത് പാഴാക്കുക, അമാനത്തിന്റെ വിഷയത്തിൽ ലംഘനമുണ്ടാകുക. അമാനത്ത് വിവിധ മേഖലകളിൽ വിശാലമായ അർത്ഥമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ അമാനത്ത് അള്ളാഹിനോടാണ്. അള്ളാഹിനോടുള്ള അമാനത്ത് നിർബന്ധ കാര്യങ്ങൾ ചെയ്യുക, നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. രണ്ടാമത്തെ അമാനത്ത് റസൂലിനോടാണ്. നമുക്ക് ദീനെത്തിച്ചു തന്ന അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് കാര്യങ്ങൾ ചെയ്യലാണ്. ബിദ്അത്ത് ചെയ്യാതിരിക്കലാണ് റസൂലിനോട് നമ്മൾ ചെയ്യേണ്ട അമാനത്ത്. മൂന്നാമതായി സ്വന്തം ശരീരത്തോടുള്ള അമാനത്താണ്. സ്വന്തം ശരീരത്തോടുള്ള അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ള തന്ന ശരീരം ഹറാമിൽ ഉപയോഗിക്കാതെ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ശരീരത്തോടുള്ള അമാനത്ത്. നാലാമത്തെ അമാനത്ത് സൃഷ്ടികളോടുള്ള അമാനത്താണ്. സമൂഹം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളും സാധനങ്ങളും വസ്തുക്കളുമൊക്കെ വിശ്വാസവഞ്ചന ചെയ്യാതെ കൈകാര്യം ചെയ്യുകയും അർഹരായ ആളുകളിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അർഹതയും അവകാശമില്ലെങ്കിൽ, ഏറ്റെടുക്കാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ നമ്മൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് സാമാന്യ മര്യാദയുമാണ് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താം. ഇനി സഹോദരങ്ങളെ, മറ്റൊരടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിന്റെ മറ്റൊരു ലക്ഷണമാണ് റഫ്ഉൽ ഇൽം, അറിവ്, വിജ്ഞാനം ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും. അതൊക്കെ നമ്മൾ കേട്ടതാണ്. വിജ്ഞാനം ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം. ഈ വിഷയം എന്ന് പറഞ്ഞാൽ വിശാലമാണ് കേട്ടോ, പ്രവിശാലമായി പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ സംക്ഷിപ്തമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാലം പറയാനുണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട സംഗതികൾ കോർത്തിണക്കി ആദ്യം മുതൽ അവസാനം വരെ ഹദീസുകളുടെ, സ്വഹീഹായ ഹദീസുകളുടെ വെളിച്ചത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈസ്സാഅ, അന്ത്യനാളിന്റെ മുന്നോടിയായി ഉണ്ടാവുക തന്നെ ചെയ്യും അയ്യാമൻ, ചില ദിവസങ്ങൾ. ആ ദിവസങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയുമോ? യൻസിലു ഫീഹാ അൽ ജഹ്ൽ, അജ്ഞതയാണ് ആ ദിനങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വയുർഫഉ ഫീഹൽ ഇൽം, വിജ്ഞാനം ഉയർത്തപ്പെടുകയും ചെയ്യും. വയക്സുറു ഫീഹൽ ഖർജു വയക്സുറു ഫീഹൽ ഹർജു, കൊല, ഹർജ് എന്ന് പറഞ്ഞാൽ ഖത്ൽ, കൊല വ്യാപകമാകുകയും വ്യാപിക്കുകയും ചെയ്യുകയും വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? അന്ത്യനാളിന്റെ മുന്നോടിയായി ഉണ്ടാകുന്ന ചില ദിനങ്ങൾ, ആ ദിനങ്ങളിൽ അജ്ഞത പടർന്ന് പന്തലിക്കും, വിജ്ഞാനം ഉയർത്തപ്പെടും, കൊല വ്യാപകമാകുകയും ചെയ്യും. മറ്റൊരു ഹദീസ് കൂടെ കേട്ടോ, യതഖാറബു സമാനു
വയൻഖുസുൽ ഇൽമു വയുൽഖശ്ഹു വതൽഹറുൽ ഫിതനു വയക്സുറുൽ ഹർജു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യതഖാറബുസ് സമാൻ, കാലം അടുത്തു വരും, സമയം ഉണ്ടാവില്ല, ഒരു കാര്യത്തിനും സമയം ഉണ്ടാവാത്ത ഒരു സാഹചര്യം. യതഖാറബുസ് സമാൻ, അത് നമുക്ക് വേറെ വിശദീകരിക്കണം. അതുകൊണ്ട് യതഖാറബുസ് സമാൻ എന്താണ് എന്ന് അതിന്റെ സാഹചര്യത്തിൽ ഞാൻ വിശദീകരിക്കും. വയൻഖുസുൽ ഇൽം, ഇവിടെ വിജ്ഞാനം ചുരുക്കപ്പെടും. വയുൽഖശ്ഹു, ശുഹ് ഇടപെടും, പിശുക്ക്. മാത്രമല്ല വതൽഹറുൽ ഫിതൻ, ഫിതൻ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. വയക്സുറുൽ ഹർജു, കൊല വ്യാപിക്കുകയും ചെയ്യും. അപ്പോ ഈ ഹദീസിൽ ആദ്യം ഞാൻ വിശദീകരിക്കുന്നത് റഫ്ഉൽ ഇൽമാണ്, ഇൽമു ഉയർത്തപ്പെടും എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ വിജ്ഞാനം ഉയർത്തപ്പെടുന്നത്? വിജ്ഞാനം എങ്ങനെയാണ് ഉയർത്തപ്പെടുന്നത്? എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിന്ന് വിജ്ഞാനത്തെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുപോല അല്ല. അതിന്റെ കൈഫിയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ, അല്ലാഹു വിജ്ഞാനത്തെ പിടിക്കുകയില്ല. ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്, അടിമകളിൽ നിന്ന് ഒരു ഊരിയെടുക്കലല്ല അല്ലാഹു വിജ്ഞാനത്തെ ഊരിയെടുക്കുക. വലാകിൻ യഖ്ബിലുൽ ഇൽമ, പക്ഷേ അല്ലാഹു വിജ്ഞാനത്തെ പിടികൂടുന്നത് ബിഖബ്ലിൽ ഉലമായി, പണ്ഡിതന്മാരെ മരിപ്പിക്കുന്നത് മൂലമായിരിക്കും. ഹത്താ ഇദാ ലം യബ്ഖ ആലിമാ, ഏതുവരെ സംഭവിക്കുമെന്നറിയുമോ? ഭൂമിയിൽ വിവരമുള്ള ഒരാൾ അവശേഷിക്കാത്ത ഒരു സാഹചര്യമുണ്ടാകും. കാര്യമായ ഇൽമുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടാവില്ല. ഏതുവരെ എന്നറിയോ? ഇത്തഖദൻ നാസു റുഊസൻ ജുഹാലാ, ജാഹ്ലീങ്ങളായ, ജുഹാല് എന്നാ പറഞ്ഞത് കേട്ടോ, ഭാഷാ പ്രയോഗം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു വിവരമില്ലാത്ത ചങ്ങാതിമാരെ നേതാക്കന്മാരായി ആളുകൾ നിശ്ചയിക്കും. അങ്ങനെ മതത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോ ഫസുഇലു, അവരോട് ചോദിക്കപ്പെടും. അല്ല, ഇന്ന വിഷയത്തിൽ അതിന്റെ ഫത്വ എന്താ, ഇന്ന കാര്യത്തെ സംബന്ധിച്ച് എന്താണ് എന്നൊക്കെ ആളുകൾ ഈ നേതാക്കന്മാരോട് വലിയ ഇൽമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരോട് ഒന്ന് ചോദിക്കുന്നതാ. അപ്പൊ അവരാണെങ്കിലോ ഇൽമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവോ? എനിക്ക് അറിയില്ല എന്ന് പറയോ? അറിയില്ല എന്ന് പറയണത് തന്നെ ഏറ്റവും വലിയ ഇൽമാ. പക്ഷെ അത് പറയോ? അത് പറയില്ല. ഫഅഫ്തു, അവര് ഫത്വ കൊടുക്കും. ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാണ്ട് ഫത്വ കൊടുക്കും. ഫളല്ലു വഅളല്ലു, അവര് സ്വയം വഴിപിഴക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തം എന്റെ ഉമ്മത്തിലുണ്ടാകും. ഇതും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത അവിടുത്തെ സ്വഹീഹിൽ നമുക്ക് കാണാം. ഇതൊക്കെ നമ്മളെ കുറിച്ചാ പറയുന്നതെന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവും. പടച്ചോനെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, അല്ലേ? നേതൃരംഗത്ത് വരുന്ന മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അവര് അത്യാവശ്യം ദീനിനെ സംബന്ധിച്ച് വിവരമുള്ളവരാകണം. വിവരമില്ലെങ്കിൽ അവര് ഫത്വ കൊടുക്കാണ്ടിരിക്കണം. ഫത്വ കൊടുക്കുകയും വഴിപഴപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൽ മുറാദു ബിൽ ഇൽം, ഇവിടെ ഇൽമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുന ഇൽമുൽ കിതാബ് വസ്സുന്ന, അള്ളാന്റെ ഖുർആനിനെ സംബന്ധിച്ചു സുന്നത്തിനെ സംബന്ധിച്ചുള്ള ഇൽമാണ്. അതല്ലാണ്ട് ഇപ്പൊ ഭൗതിക വിജ്ഞാനങ്ങളൊന്നും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഒരാൾ ഡോക്ടറായിരിക്കാം, ഭൗതികമായി ഒരാൾ എഞ്ചിനീയർ ആയിരിക്കാം, അതല്ലെങ്കിൽ അധുനാധുനിക വിവരസാങ്കേതിക വിദ്യകളെ സംബന്ധിച്ച് വലിയ വിവരമുള്ളവനായിരിക്കാം. ആ ഇൽമല്ല ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. ഇവിടെ റഫ്ഉൽ ഇൽമ്, ഇൽമു ഉയർത്തപ്പെടുമെന്ന് പറയുന്നത്, അത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ശർഈയായ കിതാബിനെ സംബന്ധിച്ചും സുന്നത്തിനെ സംബന്ധിച്ചുമുള്ള ഇൽമാണ്. അത് ഉയർത്തപ്പെടുന്ന, അത് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു കാലം എന്റെ സമൂഹത്തിലുണ്ടാവും. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നു മാജ അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് കേട്ടോ. യദ്റുസുൽ ഇസ്ലാമു കമാ യദ്റുസു വശിയുസ് സൗബ്, ഇസ്ലാം ഇങ്ങനെ നുരുമ്പാൻ തുടങ്ങും. ഏത് അറിയോ? കമാ യദ്റുസു വശിയുസ് സൗബ്, വസ്ത്രത്തിന്റെ അറ്റങ്ങൾ നുരുമ്പുന്നത് പോലെ, വക്കുകൾ നുരുമ്പുന്നത് പോലെ ഇസ്ലാമിൽ കാലപ്പഴക്കം സംഭവിക്കുമ്പോ ഹത്താല യുദ്രി മാ സിയാമുൻ വലാ സ്വലാത്തുൻ വലാ നുസുക്കുൻ വലാ സ്വദഖ, ഏതുവരെ എന്നറിയോ? ഒരു കാലം വരുമ്പോ ആളുകൾക്ക് എന്താണ് നോമ്പ് എന്നറിയില്ല, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നറിയില്ല, എങ്ങനെയാണ് ഹജ്ജ് ആരാധനാകർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നറിയില്ല.
അതേപോലെ വലാ സ്വദഖ, സക്കാത്തിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള ഒരു കാലം വരും. വല യുസ്റ അലാ കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് അത് ഉയർത്തപ്പെടും ഫീ ലൈലത്തിൻ, ഒരു രാവിൽ. ഫലാ യബ്ഖാ ഫിൽ അർളി മിൻഹു ആയ, അവസാനം ആ കിതാബിൽ നിന്ന് ഒരായത്ത് പോലും ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല. ആ നിലക്ക് റബ്ബിന്റെ പരിശുദ്ധമായ കലിമത്ത് ആ കിതാബ് ഇവിടെ നിന്ന് വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടും. അങ്ങനെ വതബഖാ തവായിഫും മിനന്നാസ്, ഭൂമിയിൽ ഒരു വിഭാഗം ആളുകൾ അവശേഷിക്കും. അശ്ശൈഖുൽ കബീർ, വയോവൃദ്ധനായ മനുഷ്യൻ, വൽ അജൂസു, അതേപോലെ കിഴവന്മാർ, യഖൂലൂൻ, അവരിങ്ങനെ പറയും, അദറക്ന ആബാഅന അലാ ഹാദിഹിൽ കലിമ, നമ്മുടെ പൂർവപിതാക്കൾ വാപ്പമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഈ വാചകം. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫനഹ്നു നഖൂലുഹ, നമുക്കും അങ്ങനെ പറയാം, നമുക്കും അങ്ങനെ പറയാം. ഫഖാല ലഹു സില, ഹദീസ് ഉദ്ധരിച്ച താബിഈയായ സില പറയുകയാണ്, മാ തുഗ്നി അൻഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയുള്ള ഒരു കാലം വരുമ്പോ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? വഹും ലാ യദറൂന മാ സ്വലാത്തുൻ വലാ സിയാമുൻ വലാ നുസുഖുൻ വലാ സദഖത്തുൻ, അവർക്ക് നോമ്പ്, അതേപോലെ തന്നെ നമസ്കാരമോ, അതേപോലെ തന്നെ മറ്റുള്ള ഹജ്ജടക്കമുള്ള ആരാധനാ കർമ്മങ്ങളോ, അതേപോലെ സക്കാത്തോ ഒന്നും അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർണ്ണ മായനയും അറിയില്ല. അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു കാലം വരും. അങ്ങനെയുള്ള ഒരു കാലം വരുമ്പോ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അത്ര വരെ ഇൽമ് ഉയർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമീങ്ങൾ എത്രയുള്ളത്? പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മായന അറിയുമോ? അതിന്റെ വിശദാംശങ്ങൾ അറിയുമോ? ശരിക്കത് മനസ്സിലാക്കിക്കണോ? അതൊക്കെ ഉപ്പാപ്പമാര് പറയുന്നത് അങ്ങനെ പറഞ്ഞു പോരാന്നല്ലാണ്ട് എന്താണ് അതിനെ സംബന്ധിച്ച് എന്ന് കൃത്യമായി അറിയുക പോലുമില്ല, അല്ലേ? അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലേ? അതുകൊണ്ട് ഇൽമു ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതും അന്ത്യനാളിന്റെ ലക്ഷണമാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, രണ്ട് ലക്ഷണങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു. ഒന്ന് ളിയാഉൽ അമാന, രണ്ട് റഫ്ഉൽ ഇൽം. ഇനി മൂന്നാമത്തെ ഒരു സംഗതി കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രധാരണ രംഗത്ത് സാംസ്കാരികമായി ഭയങ്കര തകർച്ച സംഭവിക്കുന്ന ഒരു കാലം. അത് ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ്, അതിന്റെ തെർത്തീബിന് വേണ്ടി അതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളായ രണ്ട് വിഭാഗം ആളുകൾ, ലം അറഹുമ, അവരെ ഞാൻ കണ്ടിട്ടില്ല. ആരാണവർ? ഒരു വിഭാഗം ഖൗമും മഅഹും, ഒരു വിഭാഗം ആളുകൾ, ഖൗമുൻ ഒരു വിഭാഗം, ഒരു ജനത, മഅഹും അവരുടെ കൂടെയുണ്ട്, സിയാത്തുൻ ചാട്ടവാറുകളുണ്ട്, കഅദ്നാബിൽ ബഖർ പശുക്കളുടെ വാലുകൾ പോലെയുള്ള ചാട്ടവാറുകൾ, യദ്രിബൂന ബിഹന്നാസ്, അതുകൊണ്ട് അവർ ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കും, ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഈ പറഞ്ഞത്? ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ വടി ഉണ്ടാവും, അതുകൊണ്ട് ജനങ്ങളെങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഏതാണത്? യദ്രിബൂന ബിഹ എന്ന് പറഞ്ഞതിന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത് ഇങ്ങനെയാണ്: ഖൗമുൻ യതസല്ലത്തൂന അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മേൽ അധികാരം ചെലുത്തുന്ന ചില ജനത, ചില ആളുകൾ, വയുഅദ്ദിബൂനഹും ബിഗൈരി ഹഖ്ഖിൻ, ന്യായം കൂടാതെ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. വളരെ കൃത്യമായി നമുക്കറിയാവുന്ന സംഗതിയല്ലേ? വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമുക്ക് മനസ്സിലാവും, അല്ലേ? മുസ്ലിമീങ്ങളുടെ മേൽ അധികാരം കൈയാളുകയും ആ മുസ്ലിമീങ്ങളെ ന്യായം കൂടാതെ ഉപദ്രവിക്കുകയും ചെയ്യുക എന്നത് ലോകത്ത് നമ്മൾ കാണുന്നില്ലേ? പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന എത്ര രാജ്യങ്ങൾ, ഇല്ലേ? അവരുടെ അധികാരം കൈയാളുന്ന മേലാളവർഗം ഒരു ന്യായവും കൂടാതെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളടക്കം, ഇല്ലേ, കൊല ചെയ്യപ്പെടുന്നു, മാതാക്കൾ ആക്രമിക്കപ്പെടുന്നു, ഭാര്യമാര് വിധവകളാകുന്നു, ഭർത്താക്കന്മാര് നഷ്ടമാകുന്നു, വേദനകൾ സഹിച്ച് കണ്ണീരുമായി കഴിഞ്ഞുകൂടുന്ന മുസ്ലിം സമൂഹം ലോകത്ത് നമ്മൾ കാണുന്നു. സിറിയ അടക്കം ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ ഹദീസിന്റെ, അല്ലെ, വിശദീകരണത്തിന്റെ മുമ്പിൽ വളരെ പ്രത്യക്ഷമായി നിൽക്കുന്ന ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം നബവി പറഞ്ഞത് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട്, വഹാദൽ ഹദീസു മിൻ മുഅ്ജിസാത്തിൻ നുബുവ്വ ഫഖദ് വഖഅ മാ അഖ്ബറ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദൽ ഹദീസു, ഈ ഹദീസിലെ
അത് മിൻ മുഅ്ജിസാത്തിൻ നുബുവ, പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ, അമാനുഷികതകളിൽ പെട്ടതാണ്. ഫഖദ് വഖഅ മാ അഖ്ബറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ ഈ സംഗതികൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതിന് വിശദീകരണം കൊടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരന്മാരെ അതിന്റെ സ്ഥിതി എന്താണ് അല്ലേ? എന്താ പറഞ്ഞത്? ഖൗമുൻ യതസല്ലതൂന അലൽ മുസ്ലിമീന വയുഅദ്ദിബൂനഹും ബിഗൈരി ഹഖ്ഖിൻ, ന്യായം കൂടാതെ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. ഇതൊരടയാളാണ്. ഇതിങ്ങനെ ശക്തിപ്പെടാൻ പോവുകയാണ് അല്ലേ? പല നിലക്കും ഇത് ലോകത്ത് ഇതിന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവസാന നാളാകുമ്പോൾ മുസ്ലിമീങ്ങൾ നടത്തുന്ന യുദ്ധങ്ങളെയും സംഘട്ടനങ്ങളെയും സംബന്ധിച്ചൊക്കെ മസീഹുദ്ദജ്ജാലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഹദീസുകളിൽ വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. രണ്ടാമതെന്താ ഹദീസിൽ പറഞ്ഞത്? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. വനിസാഉൻ, ചില സ്ത്രീകൾ, കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവര്, പേരിന്. ആരിയാത്തുൻ, നഗ്നകളാണ്. മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ അല്ലേ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ചില സ്ത്രീകൾ. റൂസുഹുന്ന, അവരുടെ തലകളാകട്ടെ കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവരുടെ തലകൾ. ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദുന റീഹഹ, അതിന്റെ മണം പോലും അവര് ആസ്വദിക്കുന്നതല്ല. വഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി കദാ വകദാ, അതിന്റെ സ്വർഗത്തിന്റെ പരിമളം ഇന്നാലിന്ന ദൂരത്തേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. റവാഹു മുസ്ലിം, ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ പറഞ്ഞത്? വസ്ത്രം ധരിച്ച നഗ്നകൾ അല്ലേ? വിശദീകരണം വേണോ? വേണ്ടതില്ലാത്ത വിധം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരീരത്തിന്റെ മറക്കേണ്ട മുഴുവൻ ഭാഗങ്ങളും മറക്കാണ്ട് നഗ്നതകൾ പ്രദർശിപ്പിക്കുന്ന, പേരിന് ചെറിയ നിസാരമായ അല്ലെങ്കിൽ നേർത്തതോ അങ്ങനെയൊക്കെയായ വസ്ത്രങ്ങൾ ധരിക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്തവരും മുസ്ലിം നാമധാരികളായ സ്ത്രീകളും ഇന്ന് ലോകത്തുണ്ട്. ഇതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിൻ മുഅ്ജിസാത്തിൻ നുബുവ, പ്രവാചകത്വത്തിന്റെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ലോകത്ത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, സംശയം വേണ്ട, അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും അല്ലേ? മഹാനായ ഇമാം നവവി ഹദീസിന് വിശദീകരണം നൽകിയത്, ശറഹ് നൽകിയത് നോക്കൂ നിങ്ങൾ. ഐ കാസിയത്തുൻ ജസദുഹ, കാസിയാത്ത് എന്ന് പറഞ്ഞില്ലേ? എന്താ ഐ, അതായത് കാസിയത്തുൻ ജസദുഹ, ശരീരത്തിൽ എന്തുണ്ട്? വസ്ത്രമുണ്ട്. വലാകിന്നഹ, പക്ഷേ അവൾ തശുദ്ദു ഖിമാറഹ, അവളുടെ മുഖമക്കന അവൾ കെട്ടിയിരിക്കുന്നു കഴുത്തിലേക്ക്. വതുളയ്യിഖു സിയാബഹ, അവളുടെ വസ്ത്രം ഇടുങ്ങിയ വസ്ത്രമാണ്, ഇടുങ്ങിയ ടൈറ്റായ വസ്ത്രം. മുസ്ലിം പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് മുഖമക്കനൊക്കെ ധരിച്ചിട്ടുണ്ട്. എന്താ? കഴുത്തിലേക്കാണ് കെട്ടിയ മുഖമക്കന, മാറിലൂടെ താഴ്ത്തിയിട്ടിട്ടില്ല. അങ്ങനെ മുഖമക്കന ധരിക്കുന്ന സ്ത്രീകളില്ലേ? അത് ഇസ്ലാമിക വസ്ത്രമാണോ? ഇസ്ലാമിക വസ്ത്രമാണോ? അല്ല. ഇസ്ലാമിക വസ്ത്രധാരണ എങ്ങനെ ഒരു പെണ്ണിന്റെ? ഫൽ യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്നാണ്. അവരുടെ മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിടട്ടെ എന്നാണ് അള്ളാഹ് പറഞ്ഞത് അല്ലേ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മമാര് ഉടുത്ത തുണി മുറിച്ചിട്ട് മാറുമറച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ഹദീസിൽ വന്നിട്ടില്ലേ? എന്നിട്ട് ഇന്ന് ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്, എന്നാലും ചെറിയ ഒരു മുഖമക്കന ഹിമാർ ധരിക്കും, എന്നിട്ട് അത് കഴുത്തിലേക്ക് കെട്ടും അല്ലേ? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, വതുളയ്യിഖു സിയാബഹ, ഉടുത്ത വസ്ത്രമാണെങ്കിലോ ടൈറ്റ് ആയിരിക്കും, സംഗതിയൊക്കെ പർദ്ദ തന്നെ ആയിരിക്കും, പക്ഷേ നല്ല ടൈറ്റ് പർദ്ദ. അതല്ലെങ്കിൽ ടൈറ്റ് ചുരിദാറൊന്നും ധരിക്കുന്നതിന് യാതൊരു തകരാറുമില്ല നമ്മുടെ നാട്ടിൽ. അതിന് ഫത്വ കൊടുക്കാൻ വേണ്ടി മതപുരോഹിതന്മാർ, അതിനും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമല്ല, മറഞ്ഞാൽ മതിയല്ലോ, ടൈറ്റ് ആയാലൊന്നും വിഷയമേ അല്ല. എന്നിട്ട് പറയാം ഹത്താ തൽഹറ തഫാസിലു ജിസ്മിഹ, അവളുടെ ശരീരത്തിന്റെ മുഴുവൻ കൃത്യമായി കാണാം, അതിന്റെ അടയാളങ്ങളെ കൃത്യമായി, അതിന്റെ ശരീരത്തിന്റെ ആകൃതി ഇങ്ങനെ കാണും. ഫതബ്റുസു സദ്റുഹ, നെഞ്ച് വെളിവാണ്. വഅജീസതുഹ, അവളുടെ ഊരയും. ഔ തകശിഫു ബഅദു ജസദിഹ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണുന്നു. അങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചാൽ ഫതുആഖബു അലാ ദാലിക ഫിൽ ആഖിറ, അതിന്റെ പേരിൽ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും എന്ന് മഹാനായ
ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് നൽകുന്ന സാഹചര്യത്തിൽ ഇതാ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വസ്ത്രധാരണ മേഖലയിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്, എല്ലാവരും സൂക്ഷിക്കണം. പക്ഷേ അലാമാത്തായി, അടയാളമായി പറഞ്ഞതിൽ സ്ത്രീകളെയാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കാണുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്താൽ ഇതൊക്കെ അന്ത്യനാളിന്റെ അലാമാത്തുസ്സുഗ്റ, ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ്. വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ, അത് വേറെയുണ്ട്. ഇതൊക്കെ ചെറിയ ലക്ഷണങ്ങളായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് വിശദീകരിച്ചത്. ഒന്ന്, അമാനത്ത് വീഴ്ച വരുത്തുക, അമാനത്തിന്റെ വിഷയത്തിൽ അത് പാഴാക്കുക. രണ്ടാമത്തെ കാര്യം ഇൽമു ഉയർത്തപ്പെടുക. മൂന്നാമത്തേത് വസ്ത്രധാരണ രംഗത്ത് ആ സൂക്ഷ്മതയില്ലാത്ത സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുക. അതേപോലെ തന്നെ പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിമീങ്ങളെ ഒരു ന്യായവും കൂടാതെ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറയുകയും എന്നിട്ട് അവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അടിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തവും ലോകത്ത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുകയും നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഇപ്പോൾ റസൂൽ പറഞ്ഞതല്ലേ, അന്ത്യനാള് സംഭവിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ സംഭവിക്കാതിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം ഞാനെന്താ ചെയ്യുന്നത് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ എന്തിനാണ് അള്ളാന്റെ റസൂല് വഹയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലെങ്കിൽ അള്ളാഹു റസൂലിലൂടെ പഠിപ്പിച്ചു തന്നത് എന്തിനാണ്? ഒരു അന്ത്യനാള് വരാണ്ട്, അന്ന് വിചാരണ ഉണ്ടാകും, അന്ന് മനുഷ്യന്റെ നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കും, സ്വർഗമുണ്ട് നരകമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈമാനുള്ള ആളുകൾ പേടിക്കുകയും അവർക്ക് കൂടുതൽ തഖ്വയും സൂക്ഷ്മതയും കൈവരികയും ഇത്തരം തിന്മകളിൽ അവർ ചെന്ന് ചാടാതിരിക്കുവാനും വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതല്ലാണ്ട് ഇതൊക്കെ ഇപ്പൊ സംഭവിക്കാതിരിക്കുന്നതാണ്, നമുക്കിപ്പോ തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് ശരിയല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മതയും തഖ്വയും ഖശിയത്തൊക്കെ ഉണ്ടാകണമെങ്കിൽ, ഖുശൂഅൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും വിശദമായും നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ അത് പകർത്തുക, അള്ളാഹുവിനെ ഭയപ്പെടുക, പ്രത്യക്ഷവും പരോക്ഷവുമായ ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളും നന്നാക്കുക. സർവ്വലോക പരിപാലകനായ നാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാതെ സംഭവിച്ചുപോയ സർവ്വ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അനുഗമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.